രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിയമസഭാ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 5-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും പൂർത്തിയായിട്ടില്ല. അതേസമയം ബജറ്റ് അവതരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ആണെന്നുള്ളത് സർക്കാരിന് കനത്ത വെല്ലുവിളിയാകുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരമൊരു ബജറ്റ് എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്നു. ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ CBIയുടെയോ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് നിയമസഭാ സമ്മേളനം എത്തുന്നത്. അത് എത്രത്തോളം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. വിനോദ്, നമുക്കറിയാം, നിയമസഭാ സമ്മേളനം അതായത് നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി ആരംഭിക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനം മുതൽ സർക്കാരിന് തലവേദനകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാന ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിരോധം, അവർ തമ്മിലുള്ള എതിർപ്പ്, അവർ തമ്മിൽ തുടരുന്ന അഭിപ്രായ ഭിന്നത, ഇതെല്ലാം വളരെ പ്രകടമാണ്. അതുകൊണ്ട് സർക്കാർ നൽകിയ ഒരു നയപ്രഖ്യാപന പ്രസംഗം സമ്പൂർണ്ണമായി ഗവർണർ അപ്പാടെ വായിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. കാരണം ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടും വ്യക്തമായ എതിർപ്പുകളും ഒക്കെ സൂചിപ്പിക്കുന്ന ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് ഗവർണർ ഈ നയപ്രഖ്യാപനം സമ്പൂർണ്ണമായി വായിക്കുമോ, അതിലേതെങ്കിലും ഭാഗം മാറ്റിവെക്കുമോ, അല്ലെങ്കിൽ അതിലുള്ള വിയോജനം അദ്ദേഹം രേഖപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാളെ കണ്ടറിയണം. അതായത് ഗവർണർക്ക് ചട്ടപ്രകാരം മന്ത്രിസഭ നൽകുന്ന നയപ്രഖ്യാപനം വായിക്കണമെന്നാണ് ചട്ടം. ഏതെങ്കിലും ഭാഗം വായിക്കാതെ വിട്ടാൽ അത് വായിച്ചതായി കണക്കാക്കപ്പെടും എന്നൊരു ചട്ടം കൂടിയുണ്ട്. എന്നാൽ മറ്റ് ചില വശങ്ങൾ കൂടിയുണ്ട്. നമ്മൾ രാജ്ഭവനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗവർണർക്ക് മറ്റൊരു അവകാശം കൂടിയുണ്ട്. കാരണം ഇതിൽ ഏതെങ്കിലും വിയോജനമുണ്ടെങ്കിൽ അത് രേഖാമൂലം നിയമസഭാ സ്പീക്കർക്ക് എഴുതി നൽകാം. ആ എഴുതി നൽകുന്ന ഭാഗം സ്പീക്കർ പിന്നീട് നിയമസഭയിൽ വായിക്കണം എന്ന വളരെ ശക്തമായ ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നാളിതുവരെ കേരള നിയമസഭയിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യം അല്ലെങ്കിൽ അതുപോലുള്ള ചില നിലപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗവർണർ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചാൽ അത് വലിയ വാർത്തയായി വരും, സർക്കാരിന് അത് വലിയ തലവേദനയുമാകും. അത് മാത്രമല്ല, രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് ജീവനക്കാർ പണിമുടക്കുന്നത് അതിന്റെ പേരിൽ തന്നെയാണല്ലോ. അവർക്ക് DA ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അവർക്ക് മെഡിസപ്പിന്റെ പേരിൽ സർക്കാർ വിഹിതം നൽകുന്നില്ല, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർ അടക്കം, അധ്യാപകരടക്കം സമരരംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പണമില്ല, ഒന്നിനും ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പാവപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സർക്കാർ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. കേരളീയം പോലുള്ള പരിപാടി നമ്മൾ കണ്ടതാണ്. നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾക്ക് ചെലവാക്കിയ പണത്തിന്റെ കണക്ക് പോലും പുറത്തു വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സർക്കാർ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് എല്ലാം പണം വാരിക്കോരി ചെലവഴിക്കുന്നു. അതുമാത്രമല്ല, നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു കാലം കൂടിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട ആ സ്ഥാപനത്തിനെതിരെ ഉയരുന്ന ആക്ഷേപം, അവർ വാങ്ങിയ മാസപ്പടിയെ സംബന്ധിച്ച വലിയ വാർത്തകൾ, അതിനെ സംബന്ധിച്ച് നടക്കുന്ന കേന്ദ്ര അന്വേഷണം, കേന്ദ്ര രജിസ്ട്രാർ വകുപ്പ് നൽകിയ റിപ്പോർട്ട്, അവർ ഗുരുതരമായ വീഴ്ച ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല.